കുഞ്ഞാറ്റേ, നീ എന്താ ഇവിടെ തനിച്ച് നിൽക്കുന്നേ? അത് പിന്നെ ചേച്ചി ഉണ്ണിയേട്ടനെ കാത്തിരിക്കുവാ. അല്ല, അവൻ ഇതുവരെയായിട്ട് വന്നില്ലേ? ഹേയ്, ഇല്ല ചേച്ചി, വരാനുള്ള സമയമായിട്ടില്ല, കുറച്ച് കഴിയും. ആണോ? അതെ ചേച്ചി. എന്നാ ചേച്ചി പൊക്കോ, ഞാന് ചേട്ടൻ വന്നിട്ട് പൊയ്ക്കോളേ. ഹേയ്, വേണ്ട വേണ്ട ചേച്ചി, ചേട്ടൻ വരുന്നവരെ ഇവിടെ തന്നെ നിക്കാം. അതെന്തിനാ ചേച്ചി? ചേച്ചിക്ക് ബുദ്ധിമുട്ടാവത്തില്ലയോ? ചേച്ചി പൊയ്ക്കോ, ചേട്ടൻ വന്നിട്ട് ഞാൻ പൊയ്ക്കോളാന്നേ. അത് പിന്നെ ചേച്ചിയുടെ സ്കൂട്ടർ റിപ്പയറാ. അപ്പോ നിന്റെ ചേട്ടൻ വരുവാണെങ്കിൽ അടുത്ത എവിടെയെങ്കിലും മെക്കാനിക് ഉണ്ടെങ്കിലേ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയണായിരുന്നു. അതാ. ഓ, അതിനാണോ? എന്നാ ചേട്ടൻ വന്നിട്ടേ നമുക്ക് ഒരുമിച്ച് പോവാവേ. അല്ല, ഇവനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ. എന്താ ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് എത്താത്തേ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? എനിക്കാണെങ്കിൽ ഇന്ന് എന്തായാലും അവനോട് ആ കാര്യം പറഞ്ഞേ പറ്റൂ. എന്തായാലും രണ്ടിലൊരു തീരുമാനം ഉണ്ണി പറഞ്ഞേ പറ്റൂ. എന്താ അച്ഛാ പെട്ടെന്ന് എന്നെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? അത് ഉണ്ണി, അത് പിന്നെ അല്ല, നമ്മളെ കാർത്തൂനെ പെണ്ണ് കാണാനൊക്കെ വന്നെന്ന് അമ്മ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. അല്ല, എന്തായി, സെറ്റായോ? അതൊക്കെ പതിയെ പറയാടാ. നീ ഇപ്പൊ ഒന്ന് എന്റെ കൂടെ വാ. എവിടേക്കാ അച്ഛാ? അമ്മായിന്റെ വീട്ടിലേക്കാണോ? പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാ അവരെ വീട് തന്നെയല്ലേ ഉള്ളൂ. നീ വാ, നമുക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരണം. ഓക്കെ. അല്ല, പെട്ടെന്ന് കഴിയൂലേ? കാരണം എനിക്ക് കുഞ്ഞാറ്റിനെ കൂട്ടാൻ പോകാനുള്ള സമയമായിക്കണേ. അതൊക്കെ കുഞ്ഞാറ്റിനെ കൂട്ടാൻ അപ്പു പോയിക്കോളും. ഞാന് അപ്പുവിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവനെങ്ങനെ അത്ര ദൂരം പോവും? അതൊക്കെ പോയിക്കോളൂടാ. നീ ഇപ്പൊ ഒന്ന് വന്നേ. ഷോ, ഇതാരാ ഇപ്പോ? മിക്കവാറും ഐശ്വര്യായിരിക്കും. ഉണ്ണി, ആ ദേ വരുന്നച്ചാ. ആടെ വീട് ചെമ്പകം. എന്തിനാ ഇനി അതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇനിയും നല്ല ആലോചന വരാണ്ടിരിക്കത്തൊന്നും ഇല്ലല്ലോ. നല്ലൊരു ആലോചന അവക്ക് പറ്റിയ വരം തന്നെ വരുന്നേ. നീ ഇങ്ങനെ ഓരോ വട്ടം ഇങ്ങനെ തളരാതെ. എന്നെ കൊണ്ട് പറ്റണില്ല അച്ഛാ. അവളെ ഏതെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് എത്തിക്കാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. എത്രയെന്ന് വെച്ചാ എത്ര അമ്പലങ്ങൾ കയറി ഇറങ്ങി. ഈ കൊച്ചിന് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി? നീ ഇങ്ങനെ കരയാതെ, എല്ലാം ശരിയാവുന്നേ. എപ്പൊന്ന് വെച്ചാ ഞാനൊന്ന് കണ്ണടയ്ക്കുന്ന മുന്നേ അവള് നല്ല രീതിക്ക് ജീവിച്ച് എനിക്ക് കാണണം. അതൊക്കെ നടക്കുവടി മോളെ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. നീ എന്നാ ഇരിക്കി, ഞാൻ പോയിട്ടെ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ടിരാം. രാവിലെ മുതലേ ഒന്നും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നിക്ക്. അതൊന്നും വേണ്ട അച്ഛാ. മൂക്ക് മാത്രം എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ടെന്നാ മതി. എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും കഴിക്കുന്ന അവസ്ഥയിലല്ല. ഞാൻ മേടിച്ചോണ്ടിരാം, നീ മിണ്ടാതെ കഴിക്കാൻ നോക്ക്. നീ കഴിച്ച് നിന്റെ ആരോഗ്യം നന്നായാലേ ഉള്ളൂ അവളെ നോക്കാൻ കഴിയാ. ഈ വയസ്സായ ഞാനേ എന്ന് പോവും എപ്പോ പോകുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ദൈവത്തിന്റെ കയ്യിലാ. അതുകൊണ്ടേ ഉള്ളപ്പോഴേ എനിക്ക് നിങ്ങളെ രണ്ടുപേരും നല്ലോണം നോക്കാൻ കഴിയൂ. നീ സമാധാനപ്പെട്. അച്ഛൻ ഇപ്പൊ വരാൻ കേട്ടോ. ഷൺബകോ, ഏട്ടാ, ഈ വട്ടം ആലോചന മുടങ്ങി ഏട്ടാ. എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെട്. ഞങ്ങളൊക്കെ ഇല്ലേ. പിന്നെ നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ? അല്ലേലും വന്ന ആ ചെറുക്കനെ നമ്മൾ കാത്തൂനെ കെട്ടാൻ യോഗമില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചങ്ങ് വിട്ട് കളഞ്ഞേക്കണം. അതെന്നെ അമ്മായി, അമ്മായി ഇങ്ങനെ വിഷമിക്കല്ലേ. അമ്മായി, കാർത്തു എന്തേ? അവള് മേലെ ഇരിപ്പുണ്ട് മോനെ. അച്ഛാ, ഞാനൊന്ന് കാർത്തൂനെ കണ്ടിട്ട് വരേ. ചെല്ലു മോനെ. കല്യാണം മുടങ്ങിയിട്ട് ഇത്രയധികം സന്തോഷിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു കല്യാണ പെണ്ണ് ഞാനായിരിക്കും. കാർത്തു, കാർത്തു. കാർത്തു, ഇത് സന്തോഷൊക്കെ കുറച്ച് നേരത്തെ കടക്കി വെക്ക്. ഉണ്ണിയേട്ടനെങ്ങാനും ഇത് കണ്ടുപിടിച്ചാലുണ്ടല്ലോ. കാർത്തു, എടാ നീ അകത്തില്ലേ? കാർത്തു, ഡോറ് തുറന്നിട്ട് ഉണ്ണിയേട്ടാ, അകത്തോട്ട് പോരെ. അമ്പോ, ഈ സാരിയിലങ്ങ് സുന്ദരി അയക്കണല്ലോ. ശരിക്കും? പിന്നെ അല്ലാണ്ട് എന്റെ കാർത്തൂന് എന്താ കുറവ്? നീ രാജകുമാരി അല്ലയോ? അതെ അതെ, എന്റെ ഉണ്ണിയേട്ടന്റെ മാത്രം രാജകുമാരി. എന്താ കാർത്തു? ഒന്നുമില്ല ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അത് പിന്നെ അച്ഛന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോരണമെന്ന് പറഞ്ഞായിരുന്നു, അപ്പൊ പോന്നതാ. അല്ലടാ, നിനക്ക് വിഷമൊന്നുമില്ലല്ലോ? അല്ലടാ, അതല്ല ചോദിച്ചേ. ഈ പെണ്ണ് കാണലും മുടങ്ങിയത് കാർത്തൂന് വിഷമൊന്നുമില്ലല്ലോ? കാർത്തു ഓക്കെ അല്ലേ? അല്ലേലും ആ ചെക്കന് ഭാഗ്യല്ലടാ നിന്നെ കെട്ടാന്. അതാ അവൻ പോയേ. നീ അതൊന്നും കാര്യാക്കണ്ടോ.
നിനക്ക് വേണ്ടിയുള്ള രാജകുമാരൻ ഈ ഭൂമിയിൽ ജനിക്കാണ്ടിരുന്നിട്ടുണ്ടാവോ? എന്തായാലും ജനിച്ചിട്ടുണ്ടാവുന്നേ. അവൻ എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിച്ച് എന്റെ കാർത്തൂന്റെ അരികിൽ തന്നെ എത്തുട്ടോ. അതുവരെ കാർത്തൂന്ന് വെയിറ്റ് ചെയ്യുന്നേ. അല്ല പിന്നെ എന്റെ ഉണ്ണിയേട്ടൻ പറഞ്ഞു ശരിയല്ലേ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നേ. ഉണ്ണിയേട്ടനില്ലേടി, നിനക്ക് പറ്റിയ രാജകുമാരനെ എങ്ങനെയാണെങ്കിലും ഉണ്ണിയേട്ടൻ കണ്ടുപിടിച്ച് തരും കേട്ടാ. എന്റെ രാജകുമാരൻ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഈ രാജകുമാരനെ ഞാൻ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കത്തില്ലട്ടോ. ഇത് എന്റെ മാത്രം രാജകുമാരനാ. എന്താ കാർത്തു, ഒന്ന് ഒച്ചത്തിൽ പറയുന്നേ, എനിക്കും കൂടെ കേക്കണ്ടായോ? എന്റെ ഫ്രണ്ടാ വിളിക്കുന്നേ. എന്നാ എടുത്ത് സംസാരിച്ചു ഉണ്ണിയേട്ടാ. അത് പിന്നെ എടുത്ത് സംസാരിക്കാൻ ഇവിടെ റേഞ്ച് ഉണ്ടാവത്തില്ല. അതാ ഞാനൊന്ന് ഫോൺ സംസാരിച്ചിട്ട് വരാട്ടോ.